തമിഴിലേക്കും വിജയ് എന്താ പറയാ ചിറക് വിരിച്ച് പറക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിപ്പ് ഉണ്ടായിരുന്നെങ്കിലും എന്നാ പിന്നെ അവിടെയായിരുന്നു കുറച്ച് എന്റെ ഹൈ ടൈം എന്ന് പറയാം. ആ സമയത്ത് 2008 വരെയൊക്കെ ദീപാവലി എന്നുള്ള സിനിമ. പക്ഷെ അതിനു മുമ്പ് സണ്ടക്കോഴി എന്നുള്ള സിനിമയിൽ ദാവണിപ്പൂട് ദീപാവലി എന്നുള്ള സോങ്, അത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. അതെനിക്കൊന്ന് മലയാളികളും ഒരുപാട് നെഞ്ചിലേറ്റ് പാടാണ്. ഇപ്പോഴും പോലും തമിഴ് പ്രോഗ്രാം ആയാലും മലയാളം പ്രോഗ്രാം ആയാലും ആ പാട്ട് മിക്കവാറും ഇൻട്രോ സോങ് ആയിട്ട് പാടുന്ന ചെറുപ്പക്കാർക്കെല്ലാം ഭയങ്കര കാര്യമാണത്. അറിയാം പാട്ട്. ഇതാ വിജയ് പാടത്തില്. தாவணி போட்ட தீபாவளி வந்தது என் வீட்டுக்கு, கை முளைச்சு கால் முளைச்சு ஆடுது என் பாட்டுக்கு, கண்ணா கண்ணா மூச்சு என் கண்ணா பின்னா பேச்சு, பட்டாம் பட்டாம் பூச்சு என் பக்கம் வந்து போச்சு, இரவும் வருது பகலும் வருது எனக்கு தெரியல, இந்த அழகு சரிய மனசு எரிய கணக்கு புரியல, முட்டுது முட்டுது மூச்சு முட்டுது அவளை கண்டாலே, கொட்டுது கொட்டுது அருவி கொட்டுது அருகில் நின்றானே, விட்டுடு விட்டுடு ஆளை விட்டுடு பொழைச்சு போறாம்பிள. അങ്ങനെ ആ സമയത്തൊക്കെ കുറെ തമിഴ്, തെലുങ്ക്, ഇൻഫാക്ട് കന്നഡ ഞാൻ ആദ്യമായിട്ട് പാടിയ 3-4 പടങ്ങൾ. ഹംസലേഖ സാർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, പുള്ളി ഈസ് ലൈക്ക് ദ ഇളയരാജ ഓഫ് കന്നഡ എന്നാണ് പറയാം. പുള്ളിയുടെ ഫസ്റ്റ് നെന്നെ പെരളി എന്ന് പറഞ്ഞ ഫിലിമിലുള്ള ഒരു സോങ്, അജന്ത എല്ലോര എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങില് ഓൾമോസ്റ്റ് 1 year എടുത്തു റെക്കോർഡിംഗ്. തമിഴ് ലിറിക്സ് ഒക്കെ നല്ല വിജയ്ക്ക് നല്ല വശമായിരിക്കും, അവിടെ കുറച്ചു കാലം പഠിച്ചു. ഇതാ ഒരുപക്ഷെ ഒരാളിങ്ങനെ വെമ്പിതിക്കുകയാണ്. എനിക്കൊരു ചെറിയ അറിയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും ഇപ്പോഴ് തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡ ഇല്ലെങ്കിൽ മലയാളം എല്ലാ ലാംഗ്വേജുകളിലും പാടുമ്പോഴത്തേക്ക് ഓരോ ലാംഗ്വേജിന്റെ ഫ്ലെക്സിബിലിറ്റി ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നത്? വിജയ്ക്ക് അങ്ങനെ ഗുണമുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഓഫ് കോഴ്സ്. ജാസി ചേട്ടന്റെ ഒരു വളരെ ഞാൻ 100 ആയുസ് ക്ലിപ്പിംഗ് പോയിക്കൊണ്ടിരുന്ന 100 ആയുസ് ഇങ്ങനെ മനസ്സിലാലോചിച്ചത് എന്താ വെച്ചാൽ ഈ ദാവണി പോട്ടുമായിട്ട് ഒരു വളരെ ഒരു വിയേഡല്ല ഒരു ഫണി കണക്ഷൻ ഉണ്ട്. ജാസി ചേട്ടന് ഇതിൽ തന്നെ ഈ സിനിമയിൽ സണ്ടക്കോഴിയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് നമ്പറാണ് അത്, ഒരു ഗ്രാമത്തിന്റെ ഒരു സെലിബ്രേഷൻ സോങ് പോലെ. പക്ഷെ ജാസി ചേട്ടൻ റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോയിൽ വന്നപ്പോ ഈ അവിടുത്തെ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇൻചാർജുകൾ പാട്ടെടുത്ത് കൊടുത്തത് ദാവണിപ്പൂട്ട് ദീപാവലിയായിരുന്നു. അപ്പൊ പുള്ളി അത് പാട്ട് എഴുതി, ലിറിക്സ് എഴുതി പാട്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്ക് തന്നെ ഒരു സംശയം എന്താണ് ഇത്, പക്ഷെ നമ്മുടെ ടൈപ്പ് ഒരു നമുക്ക് പാടാൻ പറ്റിയെന്നുള്ളതല്ല, ഇത് നമുക്ക് വേണ്ടിയുള്ള സോങ് ആണോ എന്നൊരു പുള്ളി. പിന്നെയാണ് യുവൻ ശങ്കർ ആ സമയത്ത് സഡനായിട്ട് വന്ന് പറഞ്ഞു അല്ലല്ല ഈ സോങ് അല്ല മറ്റേ വില്ലേജ് സോങ് ആണ് എന്ന് പറയാൻ അങ്ങനെ ഒരു സംഭവം. സോ ആക്ച്വലി ജയചേട്ടൻ എന്താണ് മിക്കവാറും പാടിയായിരുന്നു തന്നെ എന്താണ്, അഥവാ യുവൻ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ. പക്ഷെ ഇൻ ദ സെൻസ് അവിടെ പാടി പിന്നെ അവസാനം ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു പാട്ട് പാടി. സോ ഞാൻ ഇത് പാടിക്കൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ഈ ജയചേട്ടനെ ഓർത്തു. നമുക്ക് കൃത്യമായി മനസ്സിലായി വിജയുടെ മനസ്സിൽ ജാസി എന്നുള്ളത്. എനിക്ക് ജാസിക്ക് ഇതുപോലെ മിസ് സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ജാസിക്ക് ഇത് പറ്റില്ല എന്നുള്ള കാര്യം ജാസി തിരിച്ചറിഞ്ഞു. ഈ പാട്ട് ജാസിക്കുള്ളതല്ല. പക്ഷെ അതാണ് ഐ മീൻ അതിനെപ്പറ്റിയല്ല ഞാൻ പറയണ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹി എന്താണ് ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ എന്നുള്ളതിൽ അവിടെ. പക്ഷെ എന്നാലും അപ്പൊ തൊട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇങ്ങനെ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തു. പുള്ളിയുടെ നല്ല 1-2 എന്താ കന്നഡ ആസ് വെൽ ആസ് മലയാളം തന്നെ മമ്മൂക്കയുടെ പോക്കിരി രാജാല് കേട്ടില്ലേ എന്നുള്ള സോങ് പാടാനുള്ള ഒരു അവസരം കിട്ടി. എത്രയോ നല്ല പാട്ടുകൾ. ജാസിയോടൊരു ബഹുമാനം കാണിക്കാൻ വേണ്ടി രണ്ടുപേരും പാടി കൊടുക്കണോ നമുക്കത്? ജാസിക്ക് വേണ്ടിയിട്ട് ജാസിയുടെ ഒരു കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, തകിലിൽ കവിളടിച്ചു, കണ്ണിൽ ഉത്സവ മത്സരമായി ഉള്ളു തുടിച്ചു, നെഞ്ചിൽ കല്യാണം വന്നല്ലോ നര നിറഞ്ഞ വെണ്ണിലാവിൽ ഒരു ചിരിമഴയായി വന്നല്ലോ കല്യാണം, കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. വിജയ്, നമ്മൾ തമിഴില് പോയപ്പോ മറന്നുപോയൊരു കാര്യമുണ്ട്. രജനിയുടെ വലിയ ഫാനാണ് ശിവാജി, ഹ്യൂജ് ഫാൻ, സൂപ്പർ സ്റ്റാർ. പാട്ട് പാടി, പക്ഷേ പടം തെളിഞ്ഞപ്പോൾ അതിൽ പാട്ട് വന്നില്ല.
അത് പിന്നെ എനിക്ക് അറിയായിരുന്നു വരൂല എന്നുള്ളത്. സോ ഇൻ എ വേ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ എന്ന് വെച്ചാല് ദാറ്റ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം എനിക്കത് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ റഹ്മാൻ സാറും പോലും ഞാനത് ലാസ്റ്റിൽ ഹമ്മിങ് ഉണ്ട് എന്റെ വേർഷനിൽ സഹാറ പാടാൻ പോയപ്പോ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഹമ്മിങ് പാടാൻ പോണത്. അവിടെ ഒന്നാമത് ശങ്കർ ഫിലിം ഒക്കെ ആയതുകൊണ്ട് 2 വർഷത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരും പറയാനും പറ്റില്ല നമ്മളിത് പാടിയിട്ടുണ്ടെന്ന്. കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാം എന്നുള്ളൊരു നമുക്ക് എന്താ പറയാ കൊതി തോന്നും. പക്ഷെ എന്നാലും പറയാനും പറ്റില്ല. എന്നാൽ പിന്നെ ചില പറഞ്ഞവരടുത്തൊക്കെ ആകെ സേവ് ആയ ഒരു ഫേസ് എന്ന് പറയുന്നത് അത് അറ്റ്ലീസ്റ്റ് ഓഡിയോയിൽ ഇങ്ങനത്തെ ഒരു വേർഷൻ ആയിട്ട് വന്നു, കുറച്ചൊരു നല്ല വേർഷൻ ആണെന്നൊക്കെ ചിലർ പറയുകയും ചെയ്തു എന്നൊക്കെ. സിനിമയുള്ളതിനേക്കാൾ നല്ലതാണ് ഓഡിയോയിലെ വേർഷൻ. പക്ഷെ അതിൽ ആ ഹമ്മിങ് പാടാൻ ചെന്നപ്പോ പുള്ളി കറക്റ്റായിട്ട് ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പുള്ളി സ്റ്റെപ്സ് കയറി വരികയാണ് റഹ്മാൻ സാർ. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടത്. അതെങ്കിലും പുള്ളിയുടെ മാൻ ഓഫ് വെരി ഫ്യൂ വേർഡ്സ് എന്താണ്. ആൻഡ് ഹി സെഡ്, "ഹേ മാൻ, ഹൗ ആർ യു? ഗുഡ്, അറ്റ്ലീസ്റ്റ് യു നോ യു മേഡ് ദി ആൽബം" എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ ഇത് പടത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അറിഞ്ഞു എന്താണ് പടത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ വേറെ ഒരു വേർഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പാടിയ ഹമ്മിങ് പാടിയിരിക്കുന്നത് വേറെ വേർഷൻ ആണെന്നുള്ളത്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് CD-യിൽ അറ്റ്ലീസ്റ്റ് വിടാൻ പുള്ളി എന്താണ് വിചാരിച്ചു, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയല്ലോ എന്നുള്ള ഒരു സമാധാനമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എനി ഓപ്പർച്യൂണിറ്റീസ് എന്താണ് പുള്ളിയുടെ കൂടെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്യാനുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. വിജയ്ക്ക് പക്ഷെ വളരെ വിഷമം തോന്നിയല്ലേ? ഓഫ് കോഴ്സ്. ഐ മീൻ രജനി സാറിന് പാടാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താണ് കറക്റ്റ് ഒരു ടേണിംഗ് പോയിന്റ്. ആ സോങ് എത്രയും എന്നിട്ടും വലിയ ഹിറ്റായി എന്നുള്ളതാണ് വലിയൊരു കാര്യം. പക്ഷെ രജനി സാറിന് പാടി പുള്ളി നമ്മുടെ ശബ്ദത്തിൽ ലിപ്സിങ്ക് ചെയ്യുന്നത് ഒരു കാണാനൊരു വിജയുടെ ശബ്ദത്തില് രജനി സാർ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ആ പാട്ട് പാടുന്നത് ജനങ്ങൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അത് കുഴപ്പമില്ല. ഐ തിങ്ക് ഇനിയും രജനി സാർ ഇപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആ പാട്ട് നമുക്കൊന്ന് തീർച്ചയായിട്ടും. സഹാറ പൂക്കൾ പൂത്തതോ, സഹാറ സാരൽ തൂവതോ, എൻ വിൺവെളി തലയ്ക്ക് മേൽ തിറந்ததோ, அடடா அந்த வெண்ணிலா வீட்டுக்குள் நுழைந்ததோ, அது என்னுடன் தேநீர் கொண்டதோ, கனவோ நிஜமோ காதல் മന്ദിരമോ. കുറച്ച് ഹൈ ആയി പോയി. ഇനി എന്തായാലും രജനിക്ക് വേണ്ടി ഒരു പാട്ട് എവിടെയോ വിജയെ കാത്തിരിപ്പുണ്ട്. ഹോപ്പ്ഫുള്ളി. യെസ്, ഹോപ്പ്ഫുള്ളി. വിജയ്, നമുക്ക് ഒരു എപ്പിസോഡ് പൂർത്തിയാക്കേണ്ട സമയമായിരിക്കും. നാളേക്ക് നമ്മൾ തിരിച്ചു വരുന്നവരെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പാട്ട് പതിഞ്ഞു കിടക്കട്ടെ. ഒരു പാട്ടിലൂടെ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ പാട്ട് A.R. റഹ്മാൻ സാറിന്റെ കൂടെ ഞാൻ മിസ് ചെയ്തു പോയതിനൊക്കെ വേണമെങ്കിൽ എന്താ പറയാ ഒരു കോമ്പൻസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടയ്ക്ക് ഇറങ്ങിയ 3 ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അവസരം. A.R. റഹ്മാൻ, മണിരത്നം ആൻഡ് വൈരമുത്തു സർ. കടൽ എന്നുള്ള ചിത്രത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്. പിന്നെയും എനിക്ക് തമിഴിൽ നല്ലൊരു പേരുണ്ടാക്കി തന്ന ഒരു പാട്ടാണ് ഇത്. சித்திரை நிலா ஒரே நிலா பரந்த வானம் படைச்ச கடவுளு எல்லாமே ஒத்தையில நிக்குதுடே, நீ கூட ஒத்தையில நிக்கிறடே. எட்டு வை மக்கா எட்டு வச்சு ஆகாசம் தொட்டு வை மக்கா. மனிதன் நினைத்தான் வழி பிறக்கும், மனதிலிருந்து ஒளி பிறக்கும். புதைக்கின்ற விதையும் முயற்சி கொண்டாக பூமியும் கூட தாழ்த்திறக்கும். எட்டு வை மக்கா எட்டு வச்சு ஆகாசம்